ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കോമൺ ലോ റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു UN-ൻ്റെ ഒരു മെമ്പറുമാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനിൽ സൈൻ ചെയ്ത ആ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്ത ഒരു പാർട്ടിയും കൂടിയാണ്. അപ്പം ഇന്ത്യക്ക് ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു എൻവയോൺമെൻറ്റിനെ പൊല്യൂഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് വേണം, അത്തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യണം, അതിൻ്റെ ആവശ്യകതയെപ്പറ്റി റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ നിന്നും എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആ ഒരു പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നാഷണൽ ലോസ് ഇനാക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, അത് കഴിഞ്ഞിട്ട് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, ദെൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, ദ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ പ്രോസസ്സിംഗ് ഓഫ് ക്ലെയിംസ് ആക്ട് 1985, the Environment Protection Act 1986, the Public Liability Insurance Act 1991, the National Green Tribunal Act 2010. ഇങ്ങനെ കുറേ ആക്റ്റുകൾ ഈ ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇനാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ഈ പറയുന്ന ലോസിന് പ്രയറായിട്ട് ലോസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് എൻവയോൺമെൻറ്റിനെ പൊല്യൂഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലോസ് വരുന്നതിന് മുൻപ് ഒരു ലോയും ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇന്ത്യയിൽ ഒരു ഇറ്റ് ഈസ് നോട്ട് എ റീസെൻറ്റ് ഫിനോമിനൺ ടു ഹാവ് ലോസ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ വേണം എന്ന് പറയുന്നത് ഒരു റീസെൻ്റായിട്ട് വന്ന ഫിനോമിനൺ ഒന്നും അല്ല. 19th സെഞ്ച്വറി തൊട്ടേ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉണ്ട്. അതായത് സ്പെസിഫിക് ലെജിസ്ലേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോമൺ ലോ പ്രിൻസിപ്പിൾസ് ഉണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ 19th സെഞ്ച്വറിയുടെ ആ ഒരു സമയം തൊട്ട് തന്നെ പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ മാത്രമല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ കോമൺ ലോസ് ഉണ്ടായിരുന്നു. കോമൺ ലോ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ ഓരോ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഇന്ത്യയിൽ നമുക്ക് 2 ഹെഡ്സായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ഒന്നാണ് കോമൺ ലോയും പിന്നൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ലോസ് പറയുന്നത്. ഇപ്പോൾ കോമൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ലോ എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് ബൈ കോർട്സ് ത്രൂ ജുഡീഷ്യൽ പ്രീസിഡൻസ്. ജുഡീഷ്യൽ പ്രീസിഡൻറ്റുകൾ വഴി കോടതികൾ ഡെവലപ്പ് ചെയ്തതാണ് ഈ കോമൺ ലോ എന്ന് പറയുന്നത്. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ തന്നെ അത് ഇനാക്ട് ചെയ്യുന്നു, എന്നിട്ട് റൂൾസൊക്കെ മേക്ക് ചെയ്യുന്നു. നോർമലി നമ്മൾ ലോ മേക്ക് ചെയ്യുന്ന പോലെ തന്നെ ലെജിസ്ലേച്ചേഴ്സ് ലോ മേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സ്റ്റാറ്റ്യൂട്ടറി ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ നമുക്ക് ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട ലോസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോമൺ ലോയുടെയും സ്റ്റാറ്റ്യൂട്ടറി പ്രിൻസിപ്പിൾസിൻ്റെയും ഒരു അമാൽഗമേഷനാണ് ഈ എൻവയോൺമെൻറ്റൽ ലോ എന്ന് പറയുന്നത്. 2 കൂടെ കൂടി ചേർന്നിട്ടാണ് എൻവയോൺമെൻറ്റൽ ലോ ഉള്ളത്. കോമൺ ലോ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ബോഡി ഓഫ് ദ ലോ ഓഫ് ഇംഗ്ലണ്ട് വിച്ച് ഈസ് ബേസ്ഡ് അപ്പോൺ എ ലോങ് ചെയിൻ ഓഫ് അതോറിറ്റേറ്റീവ് ജുഡീഷ്യൽ ഡിസിഷൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു തന്നെ, അതായത് ഇംഗ്ലണ്ടിലെ കോമൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പലതായിട്ട് വന്നിട്ടുള്ള ജുഡീഷ്യൽ ഡിസിഷൻസ്, ഇങ്ങനെ ഒരുപാട് ജുഡീഷ്യൽ ഡിസിഷൻസിനെയാണ് നമ്മൾ ഒരുമിച്ച് എന്തെന്ന് പറയുന്നത് കോമൺ ലോ എന്നുകൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ കോമൺ ലോ കണ്ടിന്യൂസ് ടു ബി ഇൻ ഫോഴ്സ് ഇൻ ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 372 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ സോ ഫാർ ആസ് ഇറ്റ് ഈസ് നോട്ട് ഓൾട്ടേർഡ്, മോഡിഫൈഡ് ഓർ റിപ്പീൽഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ടറി ലോ. ഈ കോമൺ ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 372 പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ് കോമൺ ലോ എന്ന് പറയുന്നത്. അന്ന് തൊട്ടേ ഇത് നമുക്ക് ഇത്രയും കാലമായിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. കോമൺ ലോ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഇതായിരിക്കും ഓൾട്ടർ ചെയ്യപ്പെട്ടിട്ടോ മോഡിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലോ കൊണ്ട് റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടോ ഇല്ല.
ഇതുവരയ്ക്കും. അപ്പം കോമൺ ലോ റെമഡീസ് അഗെയിൻസ്റ്റ് ദ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആർ അവൈലബിൾ അണ്ടർ ദ ലോ ഓഫ് ടോട്ട്സ്. നമുക്ക് ഈ കോമൺ ലോ റെമഡീസ് കൂടുതലും ഇപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെതിരെയുള്ള കോമൺ ലോ റെമഡീസ് കാണാൻ കഴിയുന്നത് ഏത് ലോയുടെ ബ്രാഞ്ചിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ടോട്ട്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ടോർട്ട് നമുക്കറിയാമല്ലോ, ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിവിൽ റോങ് ആണ്. അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ അത് മാത്രമല്ല, അതല്ലാതെ വരുന്ന ഒരു സിവിൽ റോങ്ങുകളെ നമുക്ക് ടോർട്ടെന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ ടോർട്ടിൻ്റെ വീഡിയോസ് ഇട്ട സമയത്ത് അതിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ടോർഷ്യസ് ലയബിലിറ്റി എറൈസ് ചെയ്യുന്നത് ഒരു ഡ്യൂട്ടി ബ്രീച്ച് വരുത്തുമ്പോഴാണ്. ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ ഫിക്സ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ആയിരിക്കണം എന്നുള്ളതും. പിന്നീട് ഒരു ടോർഷ്യസ് ആക്ട് എന്തിന് കാരണമാകും, ഒരാൾക്ക് ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് ഇഞ്ചുറി വരുത്തുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ റെപ്യൂട്ടേഷൻ ഇഞ്ചുറി വരുത്തുന്നു. ഇതൊക്കെയാണ് ഒരു ടോർഷ്യസ് ആക്ട് കൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് അതിൻ്റെ റെമഡി എന്താണ്, അഗ്രീവ്ഡ് പേഴ്സണ് വേണം എന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇൻജങ്ഷൻ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരാളുടെ പ്രവൃത്തി മൂലം ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കോസ് ചെയ്യുകയാണ്. അപ്പോൾ അഗ്രീഡ് പേഴ്സൺ എന്ത് ചെയ്യാം, ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ഫോർ റെമഡി ബൈ വേ ഓഫ് കോമ്പൻസേഷൻ ഓർ ഇൻജങ്ഷൻ ഓർ ബോത്ത്. ഇതേ റെമഡിയാണ് അവിടെ ഈ ടോട്ടൽ വരുന്ന അതേ റെമഡി തന്നെയാണ് നമുക്ക് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആകുന്നത്. നമുക്ക് അതേ റെമഡി തന്നെ ഇവിടെ ആവശ്യപ്പെടാനായിട്ട് പറ്റും. കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഇൻജങ്ഷനോ അതുമല്ലെങ്കിൽ ഇത് രണ്ടും. അപ്പം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ റെമഡീസ് അവൈലബിൾ ടു അബേറ്റ് ഓർ ടെർമിനേറ്റ് ദ പൊല്യൂഷൻ. അതായത് ഈ ഒരു പൊല്യൂഷൻ നിർത്താനുള്ള അല്ലെങ്കിൽ പൊല്യൂഷൻ തടയാനുള്ള ഒരു പഴയതായിട്ടുള്ള ഭയങ്കര ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ലീഗൽ റെമഡിയാണ് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ ഇൻജങ്ഷൻ ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ ഇത് രണ്ടും ക്ലെയിം ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ അകത്ത് ടോർഷ്യസ് ലയബിലിറ്റി എങ്ങനെയാണ് എറൈസ് ചെയ്യുന്നത്, ഏതൊക്കെ ഹെഡിങ്സ് ആണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് നോക്കാം. അപ്പം ഈ വീഡിയോസിൽ നമ്മൾ ആ ഒരു ഏതൊക്കെ ഹെഡിങ്സ് ആണെന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ടോർഷ്യസ് ലയബിലിറ്റി ഫോർ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എറൈസ് അണ്ടർ ഏതൊക്കെ ഹെഡ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ന്യൂയിസൻസ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ പഠിക്കാം. രണ്ടെന്ന് പറഞ്ഞത് ട്രെസ്പാസ് ആണ്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗ്ലിജൻസ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്ട്രിക്റ്റ് ലയബിലിറ്റി ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ കോമൺ ലോ റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ കോമൺ ലോയിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്നത് UN മെമ്പറാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ്റെ സിഗ്നേറ്ററി ആണ്. പിന്നീട് നമുക്ക് ഈ പൊല്യൂഷൻ തടയുക അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോടുകൂടി പലതരത്തിലുള്ള ആക്റ്റുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആക്റ്റുകളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ ഇത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുള്ള നിയമം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. 19th സെഞ്ച്വറി തൊട്ട് തന്നെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസും പിന്നെ സ്പെസിഫിക് ലെജിസ്ലേഷൻസും കോമൺ ലോ പ്രിൻസിപ്പിൾസിൻ്റെ ആപ്ലിക്കേഷനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞത്, കോമൺ ലോ എന്നും സ്റ്റാറ്റ്യൂട്ടറി ലോ എന്നും. അതിൽ നമ്മൾ ഈ ഒരു ഇതിൽ മെയിനായിട്ട് കോമൺ ലോ ആണ് പറയുന്നത്. കോമൺ ലോ എന്ന് പറയുമ്പം ഇംഗ്ലണ്ടിലെ കോമൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ പ്രസിഡൻറ്റ് വഴി ആ ഒരു കോടതിയുടെ ഡിസിഷൻസ് വഴി വന്ന നിയമങ്ങളാണ് കോമൺ ലോ എന്ന് പറഞ്ഞത്. പിന്നീട് അത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഫോഴ്സിലേക്ക് വരുന്നത് ഈ ആർട്ടിക്കിൾ 372 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. അത് ഇതൊരിക്കലും ഓൾട്ടർ ചെയ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടോ ഇല്ല. എന്തുകൊണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ലോസ് വന്നിട്ട് ഇതിനെ മോഡിഫൈ ചെയ്തിട്ടോ ഓൾട്ടർ ചെയ്തിട്ടോ ഒന്നുമില്ല. പിന്നീട് ഇത് നമ്മൾ ടോർഷ്യസ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് ടോർട്ട്സിൽ വരുന്ന റെമഡീസ് തന്നെയാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോർട്ട് എന്താണെന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ്, ആ ടോർട്ടിലെ പോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഒരാളുടെ അടുത്തുനിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡി എന്ന് പറയുന്നത് കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഇൻജങ്ഷനോ അതല്ലെങ്കിൽ രണ്ടുമാണ്. എന്നിട്ട് പറഞ്ഞ കാര്യമാണ് ഈ ടോർഷ്യസ് ലയബിലിറ്റി എറൈസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്. അത് ഒന്ന് നോയിസൻസ്, പിന്നെ അടുത്തത് ട്രെസ്പാസ് പറഞ്ഞു, നെഗ്ലിജൻസ് പറഞ്ഞു, പിന്നെ സ്ട്രിക്റ്റ് ലയബിലിറ്റി ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.